Hello everyone, welcome to a new session. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെഡഗോജി എന്ന് പറഞ്ഞിട്ടുള്ള BEd സെക്കൻഡ് സെമസ്റ്റർ പേപ്പറിലെ 5th യൂണിറ്റ് ആയിട്ടുള്ള അസസ്മെന്റ് ഇൻ പെഡഗോജി എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റിന്റെ സെക്കൻഡ് സെഷൻ ആണ് കേട്ടോ. ഓൾറെഡി നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെഷൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് അസസ്മെന്റ്, എന്താണ് മെഷർമെന്റ്, എന്താണ് ഇവാലുവേഷൻ, ഇതിന്റെയൊക്കെ ഒരു കമ്പാരിസൺ, ഡിഫറൻസിയേഷൻ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ നമ്മൾ എങ്ങനെ ഒരു അസസ്മെന്റ് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, എന്താണ്, എങ്ങനെയാണ് ഒരു ടെസ്റ്റ് ഐറ്റം കൺസ്ട്രക്ട് ചെയ്യുക, അതിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നമ്മൾ സെക്കൻഡ് സെഷനിൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഇസ് എ ബ്ലൂ പ്രിന്റ് ആൻഡ് ക്വസ്റ്റ്യൻ പാറ്റേൺ. എന്താണ് ഒരു ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞാൽ എന്ന് നോക്കാം. സോ ബ്ലൂ പ്രിന്റ് ഇസ് ആൻ ആക്ഷൻ പ്ലാൻ അല്ലെ, അതായത് ഒരു മാപ്പാണ് അല്ലെങ്കിൽ ഒരു ഗൈഡാണ്. എന്തിനു വേണ്ടിയിട്ട്? ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ഗൈഡാണ് ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞാൽ. സോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ മുന്നേ ആദ്യമായിട്ട് ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഗൈഡാണ് ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ് ഇസ് എ ഡീറ്റെയിൽഡ് പ്ലാൻ അല്ലെ. ഇറ്റ് ഡിസൈഡ് ദ ടെസ്റ്റ് കോണ്ടന്റ്, ടൈം ഡ്യൂറേഷൻ, ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിഫിക്കൽട്ടി ലെവൽസ്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ കോണ്ടന്റ്സ് ഉണ്ടായിരിക്കണം, ടൈം ഡ്യൂറേഷൻ എത്രത്തോളം ആയിരിക്കണം, വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഷുഡ് ബി ഇൻക്ലൂഡഡ്, ഡിഫിക്കൽട്ടി ലെവൽസ് എങ്ങനെയൊക്കെ ഉള്ളതായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽ പ്ലാൻ ആണ് എന്ത് ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഇസ് എ വെയിറ്റേജ് ഗൈഡ് അല്ലെ. ഇറ്റ് എൻഷുവേഴ്സ് പ്രോപ്പർ മാർക്സ് ആർ ഗിവൺ ടു ഡിഫറെന്റ് ലേണിംഗ് ഗോൾസ്. അതായത് ഓരോ ക്വസ്റ്റ്യനും പ്രോപ്പർ ആയിട്ടുള്ള ഒരു വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എന്താണ് എൻഷുവർ ചെയ്യുന്ന ഒരു വെയിറ്റേജ് ഗൈഡ് കൂടെയാണ് എന്ത് ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമുക്കറിയാം നോളേജ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അണ്ടർസ്റ്റാൻഡിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ആപ്ലിക്കേഷൻ ലെവൽ, സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ. സോ ഈ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസിനും എത്ര വെയിറ്റേജ് വേണം എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു വെയിറ്റേജ് ഗൈഡാണ് എന്ത് ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. സോ ഒരു ആക്ഷൻ പ്ലാൻ ആണത്, ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ ആണ്, ഒരു വെയിറ്റേജ് ഗൈഡ് ആണ് എന്ത് ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൈ ഇറ്റ് ഇസ് യൂസ്ഡ്. എന്തിനാണ് നമ്മൾ ബ്ലൂ പ്രിന്റ് യൂസ് ചെയ്യുന്നത് അല്ലെ? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ മുന്നേ ഒരു ബ്ലൂ പ്രിന്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സോ ഇറ്റ് ഇംപ്രൂവ്സ് ദ വാലിഡിറ്റി. നമുക്കറിയാം നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണം അല്ലെ. സോ ആ ഒരു വാലിഡിറ്റി എൻഷുവർ ചെയ്യാനും അതിന്റെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂൾ നമ്മൾ ബിഫോർ പ്രിപ്പയറിംഗ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ഫോളോ ചെയ്യണം. സോ നമുക്ക് എന്താണോ നമ്മൾ ആ ഒരു ടെസ്റ്റിലൂടെ മെഷർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് എൻഷുവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ബ്ലൂ പ്രിന്റ്സ് ഒക്കെ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ ക്ലിയർ സ്കോപ്പ്, ഇറ്റ് ക്ലിയർലി ഡിഫൈൻസ് ദ സിലബസ് ആൻഡ് ബൗണ്ടറീസ് ഓഫ് ദ ടെസ്റ്റ്. നമുക്കറിയാം നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ വളരെ കറക്റ്റ് ആയിട്ടൊരു സിലബസിനെ ഡിഫൈൻ ചെയ്യണം. ആ ഒരു ടെസ്റ്റിന്റെ എല്ലാ വാലിഡിറ്റിയും വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അവിടെ ഉണ്ടായിരിക്കണം. Next is a balanced test. It guarantees that course content and learning outcomes are tested in a balanced manner. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ കോഴ്സ് കണ്ടന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവണം, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ലേണിംഗ് ഔട്ട്കമും നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എൻഷുവർ ചെയ്യണം. അങ്ങനെയാണ് ഒരു നല്ല ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇനി അറേഞ്ചിങ് ദ ഐറ്റംസ്. ഒരു ബ്ലൂ പ്രിന്റിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്വസ്റ്റ്യൻസിനൊക്കെ അറേഞ്ച് ചെയ്യും അല്ലെ. ആദ്യം ഗ്രൂപ്പ് ബൈ ടൈപ്പ്. ഓൾ ക്വസ്റ്റ്യൻസ് ഓഫ് ദ സെയിം ടൈപ്പ് ഷുഡ് ബി പുട്ട് ടുഗെദർ. ഇപ്പൊ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഒരുമിച്ചിടും, അതുപോലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുമിച്ച്, ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഒരുമിച്ച്, എസ്സേസ് ഒരുമിച്ച്, ട്രൂ ഓർ ഫാൾസ് ഒരുമിച്ച്, അങ്ങനെയല്ല നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക. സോ ഒരു ബ്ലൂ പ്രിന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്താണ് ഐറ്റംസിന് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കും ബൈ ഗ്രൂപ്പ്. നെക്സ്റ്റ് ഇസ് ഓർഡർ ഓഫ് ഡിഫിക്കൽട്ടി. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഈസി ക്വസ്റ്റ്യൻസ് ആദ്യം കൊടുത്തുകൊണ്ട് വേണം പിന്നീട് നമ്മൾ ഒരു ഹാർഡ് ക്വസ്റ്റ്യൻസിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അത് എന്തിനാന്ന് വെച്ചാൽ കുട്ടികളുടെ കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ നമ്മൾ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കും. സോ എപ്പോഴും നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്
വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക, പിന്നീട് എന്താണ് അതിന്റെ ഒരു ലെവൽ കൂട്ടിക്കൊണ്ടുവരിക. നെക്സ്റ്റ്, ഗ്രൂപ്പ് ബൈ ടോപ്പിക്. ഇറ്റ് ഈസ് ബെസ്റ്റ് ടു കമ്പൈൻ ക്വസ്റ്റ്യൻസ് ദാറ്റ് ടെസ്റ്റ് ദ സെയിം ടോപ്പിക് ഓർ ലേണിംഗ് ഔട്ട്കം. ഒരേ ലേണിംഗ് ഔട്ട്കം ഉള്ള അല്ലെങ്കിൽ സെയിം ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിനെ എപ്പോഴും കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് കേട്ടോ. അപ്പൊ കുട്ടികൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ബ്ലൂ പ്രിന്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി എന്താണ് ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ? സോ ഹൗ ഇറ്റ് ഈസ് ഡിഫൈൻഡ്? ഇറ്റ് ഈസ് ഹൗ എ റിട്ടൺ ടെസ്റ്റ് ഈസ് സ്ട്രക്ചേർഡ് ബേസ്ഡ് ഓൺ ഹൗ സ്റ്റുഡൻസ് ആർ എക്സ്പെക്ടഡ് ടു ആൻസർ. ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് ഒരു ഉത്തരം എഴുതേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അവരിൽ നിന്നും എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ. സോ രണ്ട് തരത്തിൽ, രണ്ട് മെയിൻ കാറ്റഗറി ആയിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഫ്രീ റെസ്പോൺസ്, സെക്കൻഡ് വൺ ഇസ് ഫിക്സ്ഡ് റെസ്പോൺസ്. എന്താ ഫ്രീ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ? സ്റ്റുഡൻസ് റൈറ്റ് ആൻസേഴ്സ് ഇൻ ദെയർ ഓൺ വേർഡ്സ്. അല്ലെ, കുട്ടികൾ ഫ്രീ ആയിട്ട് എഴുതാനുള്ള ഒരു എന്താണ്, അവർക്ക് അതിന്റെ ഒരു ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് ഫ്രീ റെസ്പോൺസ് എന്ന് പറയാം. ലൈക്ക് ഷോർട്ട് ആൻസേഴ്സും എസ്സേസും ഒക്കെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിലായിരിക്കും അല്ലെ അധികം നമ്മൾ ആൻസർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഫിക്സ്ഡ് റെസ്പോൺസ്. സ്റ്റുഡൻസ് ചൂസ് ഫ്രം ഗിവൺ ഓപ്ഷൻസ് ഓർ എ സ്പെസിഫിക് എക്സാക്ട് ആൻസർ. നമുക്കറിയാം ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ്, ഇതിനൊക്കെ ഫിക്സ്ഡ് ആയിട്ടൊരു റെസ്പോൺസ് ഉണ്ട്. അത് അവർ എഴുതിയാൽ മാത്രമേ അവർക്ക് അതിനുള്ള ആൻസർ കിട്ടുള്ളൂ. മറിച്ച് ഒരു ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് വരുമ്പോൾ, ഒരു ഷോർട്ട് ആൻസർ എസ്സേ ടൈപ്പിലോട്ടൊന്ന് വരുമ്പോൾ അതങ്ങനെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് അല്ല, അത് നമുക്ക് നമ്മുടെ വേർഡ്സിൽ എഴുതാൻ കഴിയുന്നതാണ്. സോ ക്വസ്റ്റ്യൻ പാറ്റേൺസ് രണ്ട് തരത്തിലാണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഫ്രീ റെസ്പോൺസ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഫിക്സ്ഡ് റെസ്പോൺസ്. ഓക്കെ, നെക്സ്റ്റ്, ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഫ്രീ റെസ്പോൺസ് ഉണ്ടായിരിക്കും, ഫിക്സ്ഡ് റെസ്പോൺസ് ഉണ്ടായിരിക്കും എന്ന്. എന്താണ് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഐറ്റംസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്? ഇതൊക്കെ ഒരു ഫിക്സ്ഡ് റെസ്പോൺസ് ആണ് അല്ലെ. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നതാണ് സപ്ലൈ ടൈപ്പ്. സ്റ്റുഡൻസ് മസ്റ്റ് റിമെമ്പർ ആൻഡ് റൈറ്റ് ഡൗൺ ദ മിസ്സിംഗ് വേർഡ്സ് ദംസെൽസ്. ലൈക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ പോലെ അല്ലെ. ലൈക്ക് ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ടായിരിക്കും. കുട്ടികൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ആ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി റിമെമ്പർ ചെയ്തുകൊണ്ട് എന്താണ് അവർ ആ ഒരു മിസ്സിംഗ് വേർഡിനെ അവിടെ കണ്ടുപിടിച്ച് എഴുതണം. ഇതിനെയാണ് സപ്ലൈ ടൈപ്പ് എന്ന് പറയുക, അല്ലെങ്കിൽ റീകോൾ ചെയ്തുകൊണ്ട് നമ്മൾ കംപ്ലീഷൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് സെലക്ഷൻ ടൈപ്പ്. ഇവിടെ സ്റ്റുഡൻസ് ഡോണ്ട് റൈറ്റ് ആൻസേഴ്സ്, ദേ ചൂസ് ദ കറക്റ്റ് വൺ ഫ്രം ദ ഗിവൺ ലിസ്റ്റ്. ഇവിടെ നമുക്കറിയാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോയിങ്, അല്ലെങ്കിൽ അസേർഷൻ റീസൺ ടൈപ്പ്, ഇതൊക്കെ കുട്ടികൾ എന്താണ് അവർ ആൻസർ എഴുതല്ല, മറിച്ച് അവർ തന്ന ആൻസേഴ്സിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസിന് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ആകുമ്പോൾ നമുക്കറിയാം രണ്ടിൽ കൂടുതൽ ഓപ്ഷൻസ് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന്ന് അവര് കറക്റ്റ് ആയിട്ട് കറക്റ്റ് വണ്ണിനെ പിക്ക് ചെയ്തുകൊണ്ടാണ് അങ്ങനെയുള്ള സെലക്ഷൻ ടൈപ്പ് ആൻസേഴ്സിന് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഒബ്ജക്റ്റീവ് ടൈപ്പ് രണ്ട് തരമാണ് ഉള്ളത്. ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്? നമുക്ക് എല്ലാവർക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് എഴുതുന്ന ഇഷ്ടമാണ്, പക്ഷെ വേറൊരു തരത്തിൽ ആലോചിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മാർക്ക് കുറയാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. സോ എന്താണ് അഡ്വാൻറ്റേജ് എന്ന് നോക്കാം. ചാൻസ് ടു ഗെറ്റ് മോർ മാർക്സ് ഇൻ ലെസ് ടൈം. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഈസി ടു ഇവാലുവേറ്റ്, ശരിയല്ലേ? നമ്മളൊക്കെ ആൻസർ പേപ്പർ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഫില്ലിംഗ് ദ ബ്ലാങ്ക് ട്രൂ ഓർ ഫോൾസ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇറ്റ്സ് വെരി ഈസി ഫോർ ദ ടീച്ചേഴ്സ്. നെക്സ്റ്റ്, സ്റ്റുഡൻസ് ആൻസർ വിത്ത് ഇൻട്രസ്റ്റ്. കുട്ടികൾ ഭയങ്കര ഇഷ്ടത്തോടു കൂടെ അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്, അല്ലെങ്കിൽ ഇത് ആൻസർ ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. നെക്സ്റ്റ് ഇസ് എൻകറേജ് തിങ്കിങ്. കുട്ടികൾ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ അവർ അതിനെ കുറിച്ച് നന്നായിട്ട് ചിന്തിച്ചിട്ടായിരിക്കും ആൻസർ ചെയ്യുക. സോ അത് തിങ്കിങ്ങിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ്? ഡിമാൻഡ്സ് ഹൈ പ്രിന്റിംഗ് കോസ്റ്റ്. ശരിയാണ് അല്ലെ. നമുക്കൊരു ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ ലോങ് എസ്സേ ഒക്കെ പ്രിന്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, കുറച്ച് സ്പേസ് മതി. പക്ഷെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ട്രൂ ഓർ ഫോൾസ് ഒക്കെ ആവുമ്പോൾ നമുക്ക് അതിനിങ്ങനെ ലിസ്റ്റ് ചെയ്ത് അതിന്റെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തു വരുമ്പോൾ ഒരുപാട് പേജസ് ആവശ്യമാവും അല്ലെ. സോ പ്രിന്റിംഗ് കോസ്റ്റ് ഹൈ ആണ്. ഡിഫിക്കൽട്ട് ടു പ്രിപ്പയർ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഐറ്റംസ്. ഈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാല് ഷോർട്ട് എസ്സേ പ്രിപ്പയർ ചെയ്യുന്ന പോലെ അത്ര എളുപ്പമല്ല, അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. 10
20 ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡസ് നോട്ട് ഹെൽപ്പ് സ്റ്റുഡൻസ് ലാംഗ്വേജ് എബിലിറ്റി. ശരിയാണ് അല്ലെ, കുട്ടികളുടെ ലാംഗ്വേജ് എബിലിറ്റി ഒന്നും മൾട്ടിപ്പിൾ ചോയ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. മറിച്ച് ഒരു എസ്സേ ഒക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് എന്താണ് അവരുടെ ലാംഗ്വേജ് എബിലിറ്റീനെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ലൂസ് ഫുൾ മാർക്ക് ഫോർ റോങ് ആൻസർ. ശരിയാണ് അല്ലെ, നമ്മൾ ഇൻ കേസ് നമ്മൾ റോങ് ആയിട്ടാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു മാർക്ക് പോവാനും ചാൻസ് കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം നമ്മളൊരു 4 അല്ലെങ്കിൽ 4 വരിയിൽ താഴെ ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനെയാണ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാ അല്ലെ. വിൽ ട്രെയിൻ ദ സ്റ്റുഡൻസ് ടു തിങ്ക് ആൻഡ് ഗീവ് റെലവന്റ് ഇൻഫോർമേഷൻ. ഷോർട്ട് ആൻസർ ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ബ്രീഫ് ആയിട്ടായിരിക്കും എഴുതുക. എഴുതുന്ന കാര്യങ്ങൾ വളരെ ക്യാച്ചി ആയിട്ടുള്ളതായിരിക്കണം, വളരെ വാലിഡ് ആയിട്ടുള്ള റെലവന്റ് ഇൻഫോർമേഷൻസ് ആണ് നമ്മൾ ഷോർട്ട് ആൻസറിൽ എഴുതേണ്ടത്. എസ്സേ എഴുതുന്ന പോലെ വാരി വലിച്ചൊന്നും എഴുതാൻ പറ്റില്ല. സോ എഴുതുന്ന പോയിന്റ്സ്, റെലവന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നല്ല ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ ഷോർട്ട് ആൻസർ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. വാട്ട് ആർ the advantages? Cover entire syllabus deeply. Entire syllabus കവർ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് ചില ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും അല്ലെ. നെക്സ്റ്റ് ട്രെയിൻ സ്റ്റുഡൻസ് ടു പ്രസന്റ് സബ്ജക്ട് മാറ്റർ ഇൻ കൺസൈസ് മാനർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, വളരെ ഷോർട്ട് ആയിട്ട് പ്രിസൈസ് ആയിട്ട് ആൻസേഴ്സ് പ്രസന്റ് ചെയ്യാൻ കഴിയുക ഷോർട്ട് ആൻസർ ടൈപ്പിലാണ്. ദേ സ്കോർ ഫുൾ മാർക്സ്. ഫുൾ മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാനും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ സാധിക്കും. ഇനി എന്താണ് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്? പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ആൻസേഴ്സ് ഒരിക്കലും 100 വേർഡ്സിന്റെ മുകളിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല, അതിന് താഴെ ആയിരിക്കണം പാരഗ്രാഫ് ടൈപ്പ്. ക്വസ്റ്റ്യൻസ് വിൽ ബി മോർ സബ്ജക്റ്റീവ്. കുറച്ചുകൂടെ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കും പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് can judge pupils creativity from such questions. Paragraph type questions ആൻസർ ചെയ്യുന്നത് തന്നെ നമുക്ക് എന്താണ് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ. നെക്സ്റ്റ് വി ആർ കമ്മിങ് ടു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം എസ്സേസ് എഴുതുമ്പോൾ അതിന്റെ ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ സെവറൽ പേജസ് ആൻഡ് പാരഗ്രാഫ്സ് ആയിരിക്കും അല്ലെ. ഒരുപാട് പേജസ് അടങ്ങി കുട്ടികൾ എഴുതുന്ന റിട്ടൺ റെസ്പോൺസിനെയാണ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. എബിലിറ്റി ലൈക്ക് ലോജിക്കൽ തിങ്കിങ്, ക്രിട്ടിക്കൽ റീസണിങ് ആൻഡ് സിസ്റ്റമാറ്റിക് പ്രസന്റേഷൻ ക്യാൻ ബി ഇവാലുവേറ്റഡ്. ഒരു എസ്സേ ആൻസർ ചെയ്യുന്ന കുട്ടികളുടെ ആൻസർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം കുട്ടികളുടെ ലോജിക്കൽ തിങ്കിങ്, ക്രിട്ടിക്കൽ റീസണിങ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അവരൊരു എസ്സേനെ ആൻസർ ചെയ്യുന്നത്. സോ ഈ കുട്ടികളുടെ ഇങ്ങനെയുള്ള സ്കിൽസിനെയൊക്കെ നമുക്ക് എസ്സേ ഇവാലുവേഷൻ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. സ്റ്റുഡൻസ് ഹാസ് ടു എക്സ്പ്രസ് ഹിസ് വ്യൂസ് ഇൻ റൈറ്റിംഗ്. എസ്സേ എഴുതുമ്പോൾ നമുക്ക് ഒരുവിധമൊന്നും അങ്ങനെ അച്ചടി ഭാഷയിൽ എഴുതാൻ കഴിയില്ല അല്ലെ. അപ്പൊ നമ്മുടെ ഒരു വ്യൂസും നമ്മുടെ ഐഡിയാസും ഒക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വേദിയാണ് എസ്സേ എന്ന് പറയുന്നത്. സോ കുട്ടികളുടെ ഐഡിയാസിനെയും വ്യൂസിനെയൊക്കെ അവർ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദ പർപ്പസ്? പവർ ഓഫ് സെലക്റ്റീവ് റീകോൾ ഇൻഫോർമേഷൻ. ലൈക്ക് ഒരു എസ്സേ എഴുതണം, പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് റീകോൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു എസ്സേ എഴുതേണ്ടത് അല്ലെ. സോ ആ ഒരു പവറിനെ ഇവിടെ കൂട്ടുന്നുണ്ട്. എബിലിറ്റി ഓഫ് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ്. നമുക്കറിയാം നമ്മൾ എസ്സേയിൽ ഒരുപാട് പാരാഗ്രാഫ്സ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു പാരാഗ്രാഫ് ഒന്ന് നെക്സ്റ്റ് പാരാഗ്രാഫിലോട്ട് കടക്കുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. നമ്മൾ എന്തെങ്കിലും കുറെ കാര്യങ്ങൾ വാരി വലിച്ച് എഴുതിയിട്ട് കാര്യമില്ല. സോ ആ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ട് തന്നെ ഒരു എസ്സേനെ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു കുട്ടിക്ക് സാധിക്കണം. ഓക്കെ, എബിലിറ്റി ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് സ്കിൽ, ഇതൊക്കെ ഒരു എസ്സേ എഴുതുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് അല്ലെ. ഇനി വാട്ട് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് എസ്സേ നമുക്ക് നോക്കാം. ചാൻസ് ഓഫ് കോപ്പിയിങ് ആർ മിനിമം. വളരെ കറക്റ്റ് ആണ് അല്ലെ. എസ്സേ എഴുതുമ്പോൾ കോപ്പി ചെയ്യാന്ന് പറയുന്ന ചാൻസ് വളരെ കുറവാണ്, കാരണം നമുക്കത് അത്ര എളുപ്പമല്ല. സോ ടേക്ക് ലെസർ ടൈം ടു സെറ്റ് ആൻ എസ്സേ ദാൻ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ. ഒരു എസ്സേ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാൻ, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യേണ്ട അത്ര സമയം നമുക്ക് ആവശ്യമില്ല, അതൊരു മെറിറ്റ് ആണ്. മോർ ഹെൽപ്ഫുൾ ഇൻ ഇവാലുവേറ്റിംഗ് ദ ക്വാളിറ്റി ഓഫ് ടീച്ചിങ് പ്രോസസ്. ഒരു കുട്ടി ഒരു എസ്സേ എഴുതിയത് കണ്ട അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ടീച്ചിങ് പ്രോസസ്സിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. സോ ഇതൊക്കെയാണ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ അഡ്വാൻറ്റേജസ്. കമ്മിങ് ടു ഡിമെറിറ്റ്സ്, ലെങ്ത് ഓഫ് ആൻസർ, ക്വാളിറ്റി ഓഫ് ഹാൻഡ് റൈറ്റിംഗ് ഇൻഫ്ലുവൻസ് എക്സാമിനേറ്റർ. നമുക്കറിയാം ഇത് ഇവാലുവേറ്റ് ചെയ്യുന്ന എക്സാമിനർ
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത് ആ ഒരു ഹാൻഡ് റൈറ്റിംഗിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ലെങ്ത് ഓഫ് ആൻസറിനെയൊക്കെ ആണ് അല്ലെ. നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് വാലുവേറ്റ് ചെയ്യുന്ന എക്സാമിനറിന് നോക്കാൻ വളരെ എളുപ്പമായിരിക്കും. സോ ആ ഒരു ഹാൻഡ് റൈറ്റിംഗ് മോശമാണെങ്കിൽ അത് നമുക്ക് വളരെ ഡീമെറിറ്റ് ആയിട്ട് മാറും. ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു റോട്ട് മെമ്മറി. ലൈക്ക് ഒരു എസ്സേനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇൻഫോർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ റോട്ട് മെമ്മറി, ലൈക്ക് കാണാപ്പാടം നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു, അത് നമ്മൾ കൊണ്ടുപോയി നമ്മൾ എഴുതുന്നു. അപ്പൊ കാണാപ്പാടം റോട്ട് മെമ്മറൈസ് ചെയ്യുന്നതിന് ഇത് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നുണ്ട്, അതൊരു ഡീമെറിറ്റ് ആണ്. ദേ ആർ ലെസ് റിലയബിൾ ആൻഡ് വാലിഡിറ്റി. ലൈക്ക് അത്ര വാലിഡിറ്റി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ഇല്ല അല്ലെ. നമ്മളിപ്പോ ഒരു എസ്സേ എഴുതുമ്പോൾ അങ്ങ് എഴുതി പോവും, പിന്നീട് നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ അത്ര വാലിഡ് അല്ലല്ലോ, നമ്മൾ എന്തൊക്കെ എഴുതി അതിന്റെ ക്ലാരിറ്റി നമുക്ക് അത്രത്തോളം ഉണ്ടായിരിക്കില്ല. സോ വാലിഡിറ്റി കുറച്ച് കുറവാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആക്കുമ്പോൾ നമുക്ക് പ്രിസൈസ് ആയിട്ട് അറിയാൻ പറ്റും നമ്മൾ എന്താണ് ആൻസർ ചെയ്തെന്നുള്ളതൊക്കെ. എസ്സേ ആവുമ്പോൾ അങ്ങനെയല്ല, അത് അത്ര റിലയബിൾ അല്ല. ഓക്കെ, നെക്സ്റ്റ് വി ആർ കമ്മിങ് ടു ഫീഡ്ബാക്ക് ഡിവൈസസ്. നമുക്കറിയാം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്ന സജഷൻസിനെയാണ് എന്ത് പറയാ, ഫീഡ്ബാക്ക് എന്ന് പറയാ. ഇറ്റ്സ് വെരി എസെൻഷ്യൽ. കുട്ടികൾക്ക് എപ്പോഴും ഒരു സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റിന് ചാൻസ് കൊടുക്കുന്ന കാര്യമാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. സോ അത് ഇറ്റ്സ് വെരി എസെൻഷ്യൽ ഫോർ എ സ്റ്റുഡന്റ്. ഇറ്റ് ക്യാൻ ബി പ്രൊവൈഡഡ് ബൈ ടീച്ചർ, എഡ്യൂക്കേറ്റർ ആസ് വെൽ ആസ് പിയർ ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഒരു ടീച്ചറിനോ എഡ്യൂക്കേറ്ററിനോ നമ്മുടെ പിയർ ഗ്രൂപ്പ്, നമ്മുടെ ഫ്രണ്ട്സിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ലഭിക്കാം, നല്ല ഫീഡ്ബാക്സ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഷുഡ് ബി ഗിവൺ വിത്തൗട്ട് പ്രെജുഡൈസ് ബയാസ്. ഒരു തരത്തിലുള്ള മുൻവിധിയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷനോ ഒന്നും ബേസ് ചെയ്തിട്ടല്ല നമ്മൾ കുട്ടികൾക്ക് ഫീഡ്ബാക്ക് നൽകേണ്ടത്. മെന്റ് ഓൺലി ഫോർ കറക്റ്റിംഗ് ദ മിസ്റ്റേക്സ് ആൻഡ് ഫോൾട്ട്സ്. നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഫോൾട്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെയുള്ള ഫീഡ്ബാക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗൈഡ് സ്റ്റുഡൻസ് ടു ഇംപ്രൂവ്. കുട്ടികൾക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഗൈഡൻസ് ആണ് അല്ലെ. മോട്ടിവേറ്റ് them to act on their assessment. ലൈക്ക് അവരെ അസസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ അവരതിനെ ആക്ട് ചെയ്യണം, എങ്ങനെ എക്സാമിന് നല്ല മാർക്ക് വാങ്ങണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മളൊരു ഫീഡ്ബാക്ക് പറയുമ്പോൾ കുട്ടികൾക്ക് അത് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. ജസ്റ്റിഫൈ ടു സ്റ്റുഡൻസ് ഹൗ ദിയർ മാർക്സ് ഓർ ഗ്രേഡ്സ് വാസ് ഡിറൈവ്ഡ്. എങ്ങനെയാണ് നമ്മളൊരു കുട്ടീന്റെ മാർക്ക് റിലേറ്റഡ് ആയിട്ട് ആ കുട്ടിയായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ആ കുട്ടിക്ക് മാർക്ക് ലഭിച്ചത്, എവിടെയാണ് ആ മാർക്ക് പോയത് എന്നിങ്ങനെ അവർക്കൊരു കംപ്ലീറ്റ് ജസ്റ്റിഫിക്കേഷൻ നമ്മളെ കൊണ്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. ഡിസൈൻ ഫീഡ്ബാക്ക് കമന്റ്സ് ദാറ്റ് ഇൻവൈറ്റ് സെൽഫ് ഇവാലുവേഷൻ ആൻഡ് ഫ്യൂച്ചർ ലേണിംഗ് മാനേജ്മെന്റ്. നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് ഫീഡ്ബാക്ക് കമന്റ്സ് കൊടുക്കുന്ന സമയത്ത് സെൽഫ് ഇവാലുവേഷൻ ചെയ്യാൻ തരത്തിൽ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷനും അവരുടെ ഫ്യൂച്ചർ ലേണിങ്ങിനെ മാനേജ് ചെയ്യാൻ തക്കത്തിലുള്ള ഫീഡ്ബാക്സ് ആയിരിക്കണം നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ആർ ദ ടെക്നിക്സ് ഫോർ ഗെറ്റിംഗ് ഫീഡ്ബാക്സ് ഓഫ് സ്റ്റുഡൻസ്. കുട്ടികൾക്ക് നമുക്ക് എങ്ങനെ ഫീഡ്ബാക്സ് നൽകാം, അതിനുള്ള ടെക്നിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒബ്സർവ് ദ സ്റ്റുഡൻസ് ബോഡി ലാംഗ്വേജ് അല്ലെ. നമ്മളൊരു കുട്ടിക്ക് ഒരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ മുന്നേ കുട്ടിയുടെ ബോഡി ലാംഗ്വേജിനെ ആദ്യം ഒബ്സർവ് ചെയ്യുക. പോസ് ക്വസ്റ്റ്യൻസ് ടു ടെസ്റ്റ് ദ നോളേജ്. നമ്മൾ ഒരു വാലിഡ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ മുന്നേ കുട്ടിക്ക് കറക്റ്റ് ആയിട്ടുള്ള നോളേജ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുക. കളക്ട് ഫീഡ്ബാക്ക് അല്ലെ. എന്നിട്ട് എന്താണ് കുട്ടികളിൽ നിന്നും ഇങ്ങോട്ട് ഒരുപാട് ഫീഡ്ബാക്സ് കളക്ട് ചെയ്യുക. ഹാവ് ദ സ്റ്റുഡൻസ് സ്പീക്സ് ഇൻ സ്മോൾ ഗ്രൂപ്പ്സ്. കുട്ടികളെ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് ഒക്കെ ആക്കി തിരിച്ചുകൊണ്ട് കുട്ടികൾക്കിടയിൽ ഒരു ഡിസ്കഷൻ ഒക്കെ കൊണ്ടുവരാം. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് കുട്ടികളെ കൂടുതലായിട്ട് മനസ്സിലാക്കാനും അതിന്റെ ബേസിസിൽ നമുക്ക് കുട്ടികൾക്ക് ഫീഡ്ബാക്സ് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഓക്കെ, ഇനി ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫീഡ്ബാക്ക് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് ഇൻഫോർമൽ ഫീഡ്ബാക്ക്. ലൈക് ഇൻഫോർമൽ ആയിട്ട് അല്ലെ, ഫോർമൽ സെറ്റപ്പിൽ അല്ലാതെ ഇറ്റ് ക്യാൻ ഹാപ്പൻ എനി ടൈംസ്, എപ്പോ വേണമെങ്കിലും കൊടുക്കാവുന്ന ഫീഡ്ബാക്ക് ആണ് ഇൻഫോർമൽ ഫീഡ്ബാക്ക്. എഫക്റ്റീവ്ലി എൻകറേജ് ഗൈഡ് ദം ഇൻ ഡെയിലി മാനേജ്മെന്റ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഫോർ ലേണിംഗ്. ലൈക് ഡെയിലി മാനേജ്മെന്റിൽ അവരുടെ സ്കൂൾ കാര്യങ്ങളെ കുറിച്ച് ഗൈഡ് ചെയ്യാനും അവർക്കൊരു എൻകറേജ്മെന്റ് കൊടുക്കാനും അവരുടെ ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ വേണ്ടി നമ്മൾ എപ്പോഴും നമുക്ക് കൊടുക്കാവുന്ന ഫീഡ്ബാക്ക് ആണ് ഇൻഫോർമൽ ഫീഡ്ബാക്ക്. മൈറ്റ് ഒക്കർ ഇൻ ക്ലാസ് റൂം ഓർ ഓവർ ദ ഫോൺ. ഇത്
ക്ലാസ് റൂമിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വഴിയൊക്കെ നമുക്ക് ഇൻഫോർമൽ ഫീഡ്ബാക്സ് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ കമ്മിങ് ടു ഫോർമൽ ഫീഡ്ബാക്ക്, ഫോർമൽ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്ന ഫീഡ്ബാക്ക് അല്ല, ഇറ്റ് ഇസ് പ്ലാൻഡ് ആൻഡ് ഷെഡ്യൂൾഡ്. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു ഹാഫ് ഇയർലി എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു PTA മീറ്റിംഗ് വെക്കാറുണ്ട് അല്ലെ, പാരന്റ്സ് ടീച്ചർ മീറ്റിംഗ് വെക്കാറുണ്ട്. അതെന്താണ്, ഒരു ഫോർമൽ വേദിയാണ്. ആ ഒരു ഫോർമൽ വേദിയിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ കുട്ടികളുടെ കാര്യം പാരന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ അതൊരു ഫോർമൽ ഫീഡ്ബാക്ക് ആണ്, അത് പ്ലാൻഡ് ആണ്, ഷെഡ്യൂൾഡ് ആണ്. ഇൻക്ലൂഡ്സ് ദ ലൈക്സ് ഓഫ് മാർക്കിംഗ് ക്രൈറ്റീരിയ. അപ്പൊ നമ്മൾ ഇതില് ഒരു ഫോർമൽ ഫീഡ്ബാക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാർക്കിംഗ്, നമ്മൾ എങ്ങനെയാണ് ഈ കുട്ടീനെ ജഡ്ജ് ചെയ്യുന്നത്, ഈ കുട്ടിയുടെ മാർക്സ് എത്രത്തോളം ഉണ്ട്, ഇത് മാർക്ക് ചെയ്ത് ക്രൈറ്റീരിയ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഫീഡ്ബാക്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. റെക്കോർഡഡ് ഫോർ ബോത്ത് സ്റ്റുഡന്റ് ആൻഡ് ഓർഗനൈസ് എവിഡൻസ്. എന്തിനാണ് ഒരു കുട്ടിയുടെ ഫോർമൽ ഫീഡ്ബാക്ക് നമ്മൾ എടുക്കുന്നത്? ആ ഒരു കുട്ടിയുടെ ഒരു പേഴ്സണൽ എവിഡൻസും ആ ഒരു ഓർഗനൈസേഷന്റെ എവിഡൻസും എന്നുള്ള രീതിയിലാണ് ഇങ്ങനെയുള്ള ഫോർമൽ ഫീഡ്ബാക്സ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. Okay, next is formative feedback and summative feedback. And the formative feedback, it is to monitor student learning and feedback is given to improve learning. ഈ കുട്ടിയുടെ പഠനത്തെ മോണിറ്റർ ചെയ്യാനും ഈ കുട്ടിക്ക് ലേണിങ്ങിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഫീഡ്ബാക്സ് റെഗുലർ ആയിട്ട് കൊടുക്കുന്നതാണ് ഫോർമാറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ. ഈസ് ഗിവൺ ഏർലി ഇൻ ദ കോഴ്സ് ആൻഡ് പ്രയർ ടു സമ്മേറ്റീവ് അസസ്മെന്റ്. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു അല്ലെ, ഫോർമേറ്റീവ് അസസ്മെന്റും സമ്മേറ്റീവ് അസസ്മെന്റും നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞാല് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ ഇപ്പൊ? ഓക്കെ അല്ലേ? ഓക്കെ. സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു അക്കാഡമിക് ഇയറിന്റെ ലാസ്റ്റിൽ കൊടുക്കുന്ന one second. നമുക്കറിയാം സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു അക്കാഡമിക് ഇയറിന്റെ ലാസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫീഡ്ബാക്ക് ആയിരുന്നു അല്ലെ. പക്ഷേ ഫോർമേറ്റീവ് ഫീഡ്ബാക്ക് അങ്ങനെയല്ല, അതിന്റെ മുന്നേ തന്നെ നമ്മൾ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ആ ഒരു കോഴ്സ് എടുക്കുന്നതിന്റെ ഏർലി സ്റ്റേജസിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫീഡ്ബാക്ക് ആണ് ഫോർമാറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി കമ്മിങ് ടു സമ്മേറ്റീവ് ഫീഡ്ബാക്ക്, ഇവാലുവേറ്റ് സ്റ്റുഡന്റ് ലേണിംഗ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇൻസ്ട്രക്ഷണൽ ലേണിംഗ്. സമ്മേറ്റീവ് ഫീഡ്ബാക്ക് ആവുമ്പോൾ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ ആ ഒരു എൻഡ് ഓഫ് ദ ലേണിംഗ് എത്തുമ്പോൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫീഡ്ബാക്ക് ആണ് സമ്മേറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റുഡന്റ് പിയർ ഫീഡ്ബാക്ക്. ഇത് കുട്ടികൾക്ക് വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ലൈക്ക് നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നും നമുക്ക് ഒരുപാട് ഫീഡ്ബാക്സ് ലഭിക്കും നമ്മുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട്. സോ നമ്മുടെ പിയേഴ്സിൽ നിന്നും നമുക്ക് ഹൈലി വാല്യൂഡ് ആയിട്ട് ലഭിക്കുന്ന ഫീഡ്ബാക്ക് ആണ് സ്റ്റുഡന്റ് പിയർ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് സ്റ്റുഡന്റ് സെൽഫ് ഫീഡ്ബാക്ക്. ദ സ്കിൽ ഓഫ് സെൽഫ് അസസ്മെന്റ് ആൻഡ് ഗോൾ സെറ്റിംഗ് ലീഡ്സ് ടു സെൽഫ് ഫീഡ്ബാക്ക്. നമുക്ക് എപ്പോഴും ഒരു സെൽഫ് ഫീഡ്ബാക്ക് എടുത്തൂടെ അല്ലെ? നമ്മളെ തന്നെ സെൽഫ് അസസ് ചെയ്യുക, നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ആ ഒരു ഗോളിലോട്ട് എത്തുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് തന്നെ സെൽഫായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ. അതിനെയാണ് സെൽഫ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ. സോ ഒരുപാട് തരത്തിലുള്ള ഫീഡ്ബാക്ക് ഉണ്ട്. ഫോർമേറ്റീവ് ഫീഡ്ബാക്ക്, സമ്മേറ്റീവ് ഫീഡ്ബാക്ക്, ഫോർമൽ ഫീഡ്ബാക്ക്, ഇൻഫോർമൽ ഫീഡ്ബാക്ക്, ഇതൊക്കെ നമുക്ക് ലഭിക്കാവുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫീഡ്ബാക്സ് ആണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഒരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട ക്രൈറ്റീരിയാസ് നോക്കിയാലോ? സ്പെസിഫിക് ആയിരിക്കണം അല്ലെ. നമ്മൾ എപ്പോഴും ഒരു ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ അത് വളരെ സ്പെസിഫിക് ആയിട്ട് കൊടുക്കണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊരു ഫീഡ്ബാക്ക് കൊടുത്തിട്ട് കാര്യമുണ്ടോ? സ്പെസിഫിക് ആയിട്ട് ആ ഒരു കുട്ടീന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അസസ് ചെയ്തുകൊണ്ടായിരിക്കണം ഒരു ഫീഡ്ബാക്ക് നൽകേണ്ടത്. പിന്നെ ടൈംലി ആയിരിക്കണം അല്ലെ. എന്തെങ്കിലും ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത് ആ സ്പോട്ടിൽ തന്നെ കൊടുക്കണം. നമ്മളൊരു 2 മാസം കഴിഞ്ഞിട്ട് നീ 2 മാസം മുന്നേ ഇത് ചെയ്തിരുന്നില്ലേ എന്ന് പറഞ്ഞ് നമ്മളൊരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് കാര്യമുണ്ടോ? സോ ടൈംലി നമുക്ക് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം.
അപ്രോപ്രിയേറ്റ് ആയിരിക്കണം അല്ലെ, വേണ്ട കാര്യങ്ങളായിരിക്കണം നമ്മൾ ഫീഡ്ബാക്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളൊന്നും ഫീഡ്ബാക്കിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. ഫോക്കസ് ഓൺ ബിഹേവിയർ നോട്ട് പേഴ്സണാലിറ്റി. കുട്ടിയുടെ ബിഹേവിയർ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫീഡ്ബാക്സ് കൊടുക്കേണ്ടത്. അല്ലാതെ എന്ത് കൈൻഡ് ഓഫ് ഒരു പേഴ്സൺ ആണ്, പേഴ്സണാലിറ്റി ബേസ് ചെയ്ത് നമ്മൾ ഒരിക്കലും ഒരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നമ്മളൊരു കുട്ടിയായിട്ട് ഒരു ഫീഡ്ബാക്ക് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൊടുക്കുന്ന സമയത്ത് അത് ആ ഒരു കുട്ടിക്ക് മനസ്സിലാവുന്ന തരത്തിലാണ് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കേണ്ടത് അല്ലെ. കുട്ടിക്ക് മനസ്സിലാവണം എന്താണ് ടീച്ചർ എനിക്ക് പറഞ്ഞു തന്നത് എന്നുള്ളത്. സോ ഇറ്റ് ഷുഡ് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ലാസ്റ്റ്ലി ബേസ്ഡ് ഓൺ അക്യുറേറ്റ് ഇൻഫോർമേഷൻ. അക്യുറേറ്റ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഇൻഫോർമേഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഒരു നല്ല ഗുഡ് ഫീഡ്ബാക്ക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാന്ന് നോക്കിയാലോ. ഗീവ് ഫീഡ്ബാക്ക് ഇൻ ടൈം. ലൈക് ഓൺ ടൈം തന്നെ നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ് അല്ലെ. ഡിസൈൻ ഫീഡ്ബാക്ക് കമന്റ്സ് ദാറ്റ് ഇൻവൈറ്റ് സെൽഫ് ഇവാലുവേഷൻ ആൻഡ് ഫ്യൂച്ചർ ലേണിംഗ്. നമ്മൾ എപ്പോഴും ഒരു ഫീഡ്ബാക്ക് കമന്റ്സ് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് സെൽഫ് ഇവാലുവേഷനും അവരുടെ ഫ്യൂച്ചർ ലേണിങ്ങിനും ഒക്കെ എൻകറേജ് ചെയ്യുന്ന തരത്തിലുള്ള ഫീഡ്ബാക്ക് കമന്റ്സ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഗീവ് ദ ഗൈഡൻസ് ടു ഇംപ്രൂവ് ദെയർ പെർഫോമൻസ്. എപ്പോഴും അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ തക്കത്തിലുള്ള ഗൈഡൻസ് ആണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അല്ലെ. അല്ലാതെ അവരെ നമ്മൾ തരം താഴ്ത്തുന്ന തരത്തിൽ ഒരിക്കലും ഒരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യാൻ നിൽക്കരുത്. ഗീവ് ഡയലോഗ് ആൻഡ് കോൺവെർസേഷൻസ് ഫോർ അസസ്മെന്റ് ടോക്സ് ഇൻ എ ക്ലിയർ വേ. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് വേണം കുട്ടികളടുത്ത് സംസാരിക്കാൻ. സോ അതിന് പറ്റുന്ന തരത്തിലുള്ള ഒരു ഡയലോഗും കോൺവെർസേഷൻ ഒക്കെയാണ് നമ്മൾ കുട്ടികളുമായിട്ട് നടത്തേണ്ടത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് കേട്ടോ ഫീഡ്ബാക്കിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ഇസ് അസസ്മെന്റ് ഓഫ് പോർട്ട്ഫോളിയോസ്. എന്താ പോർട്ട്ഫോളിയോ? നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ഒരു സ്റ്റുഡന്റ് ആ കുട്ടിയുടെ എഫേർട്ട് ഇട്ടുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ആ കാര്യങ്ങളെ നമ്മൾ എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുക. അപ്പൊ ആ ഒരു പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുട്ടിയുടെ വർക്ക് എത്രത്തോളം എഫിഷ്യന്റ് ആണ്, എത്ര എഫേർട്ട് ആ കുട്ടി ഇട്ടിട്ടുണ്ട്, ഈ കുട്ടിക്ക് പ്രോഗ്രസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ അച്ചീവ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു കുട്ടിയുടെ പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ് ഇൻക്ലൂഡ് സെലക്ഷൻ ക്രൈറ്റീരിയ, ജഡ്ജ്മെന്റ് ക്രൈറ്റീരിയ ആൻഡ് സ്റ്റുഡന്റ് റിഫ്ലക്ഷൻ. എങ്ങനെയാണ് നമ്മൾ ആ കുട്ടീനെ സെലക്ട് ചെയ്തത്, ഈ കുട്ടീനെ കുറിച്ചിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ക്രൈറ്റീരിയ, ഈ സ്റ്റുഡന്റിന്റെ റിഫ്ലക്ഷൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പോർട്ട്ഫോളിയോയില് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇനി പോർട്ട്ഫോളിയോസ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അക്കോർഡിംഗ് ടു ഹൽദാര ഇൻ 1991 പോർട്ട്ഫോളിയോനെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. കമ്മിങ് ടു ദ ഫസ്റ്റ് ടൈപ്പ്, ഐഡിയൽ പോർട്ട്ഫോളിയോ. എന്താണ് ഒരു ഐഡിയൽ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ? ഹാസ് ഓൾ ദ സ്റ്റുഡന്റ് വർക്ക്, നോട്ട് ഗ്രേഡഡ്, ഹെൽപ് സ്റ്റുഡൻസ് അസസ് ദെയർ ഓൺ പ്രോഗ്രസ്. ഐഡിയൽ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുട്ടിയുടെ എല്ലാ വർക്കും അതിൽ കാണാൻ സാധിക്കും. ഒരിക്കലും ഗ്രേഡ് ബേസ് ചെയ്തിട്ടായിരിക്കില്ല ആ ഒരു പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. ആ ഒരു പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് തന്റെ പ്രോഗ്രസ്സിന് എന്താണ് അസസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഐഡിയൽ പോർട്ട്ഫോളിയോ. കമ്മിങ് ടു ഷോക്കേസ് പോർട്ട്ഫോളിയോ, ഇൻക്ലൂഡ് ഓൺലി ദ ബെസ്റ്റ് സ്റ്റുഡന്റ് വർക്ക്. നമ്മൾ എപ്പോഴും ഷോക്കേസ് ചെയ്യാൻ നമ്മുടെ ബെസ്റ്റ് അച്ചീവ്മെന്റ് മാത്രമായിരിക്കും അല്ലെ. സോ ഷോക്കേസ് പോർട്ട്ഫോളിയോയിൽ കുട്ടിയുടെ ബെസ്റ്റ് വർക്ക്സ് മാത്രമായിരിക്കും ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. യൂസ് ടു ഷോ ഓഫ് അച്ചീവ്മെന്റ്സ്. ആ കുട്ടിയുടെ അച്ചീവ്മെന്റ്സിനെ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നോട്ട് ഫോർ ഗ്രേഡിങ്. ഇതും ഒരിക്കലും ഗ്രേഡിങ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എ ഗ്രേഡ്, A+ അങ്ങനെ ഗ്രേഡ് റിലേറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോ അല്ലാതെ. Coming to next one is documentation portfolio, collects work over time. ഒരു ഡോക്യുമെന്റേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അത് കുറച്ച് കാലം എടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു വർക്കാണ്. സോ ഒരു 2-3 വർഷങ്ങൾ കൊണ്ട് കളക്ട് ചെയ്യുന്ന ഒരു വർക്കാണ് ഡോക്യുമെന്റേഷൻ പോർട്ട്ഫോളിയോ. ഷോ സ്റ്റുഡന്റ് ഇംപ്രൂവ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ആ ഒരു കാലയളവിൽ കുട്ടിയുടെ ഇംപ്രൂവ്മെന്റും ഗ്രോത്തും എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ക്യാൻ ബി യൂസ്ഡ് ഫോർ അസസ്മെന്റ്. ഈ ഒരു കുട്ടീന്റെ അസസ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പോർട്ട്ഫോളിയോസ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ്, കമ്മിങ് ടു ഇവാലുവേഷൻ പോർട്ട്ഫോളിയോ. സോറി, ഓക്കെ. യൂസ്ഡ് ബൈ ടീച്ചേഴ്സ് ടു അസസ് സ്റ്റുഡന്റ് ലേണിംഗ്. എന്തിനാ ഇവാലുവേഷൻ പോർട്ട്ഫോളിയോ യൂസ് ചെയ്യുന്നത്? ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന പോർട്ട്ഫോളിയോകളാണ്
ആ കുട്ടിയുടെ ലേണിങ്ങിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പോർട്ട്ഫോളിയോസ് യൂസ് ചെയ്യുന്നത്. Contain selected work for grading. ഓക്കെ, ഇവിടെ ഇവാലുവേഷൻ പോർട്ട്ഫോളിയോയിൽ നമുക്കറിയാം ഇവാലുവേറ്റ് ചെയ്യാണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സെലക്ടഡ് വർക്ക്സ് അവിടെ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും കുട്ടികൾക്ക് ഗ്രേഡിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഫോക്കസസ് ഓൺ ലേണിംഗ് ഔട്ട്കംസ്. ഈ ഒരു ഇവാലുവേഷൻ പോർട്ട്ഫോളിയോ എന്താണ് കുട്ടികളുടെ ഞാൻ പറയുന്നത് കട്ടാവുന്നുണ്ടോ? ചെറുതായിട്ട്. ഓക്കെ, ഇവാലുവേഷൻ ഇവാലുവേഷൻ പോർട്ട്ഫോളിയോ ആണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടീച്ചേഴ്സ് കുട്ടികളുടെ ലേണിങ്ങിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ ആണ് ഇത്. മെയിൻലി ഫോർ ഗ്രേഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ചില സെലക്ടഡ് ആയിട്ടുള്ള വർക്ക്സ് ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് കമ്മിങ് ടു ക്ലാസ് പോർട്ട്ഫോളിയോ. ഇറ്റ് ഇൻക്ലൂഡ്സ് സ്റ്റുഡന്റ് വർക്ക് ആൻഡ് ടീച്ചേഴ്സ് കമന്റ്സ്. ഈ ക്ലാസ് പോർട്ട്ഫോളിയോയില് കുട്ടികളുടെ വർക്കും അത് ഓക്കെ, ഞാൻ എന്റെ കണക്ഷൻ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി കട്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഒന്ന് നോക്കിയിട്ട് പറയൂ കേട്ടോ. ക്ലാസ് പോർട്ട്ഫോളിയോ, നമ്മൾ ഒരു കുട്ടിയുടെ ക്ലാസ് പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കുട്ടിയുടെ വർക്കും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ കമന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ആ ഒരു ക്ലാസ് പോർട്ട്ഫോളിയോയിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഷോസ് ക്ലാസ് പ്രോഗ്രസ്, ആ ക്ലാസ് റൂമിൽ കുട്ടിയുടെ പ്രോഗ്രസ് എന്തൊക്കെയാണ് എന്നുള്ളത് ആ ഒരു ക്ലാസ് പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് സ്റ്റുഡൻസ് ലേണിംഗ് സ്റ്റൈൽ. ലൈക്ക് കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ എന്തൊക്കെയാണ്, വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു കുട്ടിയാണോ അതോ കൂടുതൽ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്താൽ മാത്രമേ കുട്ടി കാര്യങ്ങൾ ക്യാച്ച് ചെയ്യുന്നുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ക്ലാസ് പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. നെക്സ്റ്റ് കമ്മിങ് ടു അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് പോർട്ട്ഫോളിയോ. നമ്മളൊരു അസസ്മെന്റ് മെത്തേഡ് ആയിട്ട് പോർട്ട്ഫോളിയോ യൂസ് ചെയ്യുന്നതിലുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഷോസ് ഡിഫറെന്റ് വേസ് ടു അസസ് സ്റ്റുഡൻസ് പ്രോഗ്രസ്. നമുക്കൊരു കുട്ടിയുടെ പ്രോഗ്രസ്സിനെ അസസ് ചെയ്യാൻ ഡിഫറെന്റ് വേസ് ആണ് പോർട്ട്ഫോളിയോയിലുള്ളത് അല്ലെ. ഷോസ് ലേണിംഗ് ഓവർ ടൈം. ഈ ഡോക്യുമെന്റേഷൻ പോർട്ട്ഫോളിയോ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 വർഷം ഈ കുട്ടിയുടെ ഒരു കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, പെർഫോമൻസ് എന്തൊക്കെയായിരുന്നു, ലേണിംഗ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കും. ബെറ്റർ ദാൻ എക്സാംസ് ഫോർ ജഡ്ജിങ് അക്കാഡമിക് ഗ്രോത്ത്. ഒരു കുട്ടിയുടെ അക്കാഡമിക് ഗ്രോത്തിനെ ചെക്ക് ചെയ്യാൻ എന്തുകൊണ്ടും എക്സാമിനേക്കാളും ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ആ കുട്ടിയുടെ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്യുക എന്നുള്ളത്. ഹെൽപ്സ് സ്റ്റുഡൻസ് നോ ദെയർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്. കുട്ടികൾക്ക് അവരുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, അവരുടെ വീക്ക്നെസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഗീവ് സ്റ്റുഡൻസ് എ ചാൻസ് ടു എക്സ്പ്ലെയിൻ ദെയർ ലേണിംഗ്. ലൈക്ക് അവരുടെ ലേണിംഗ് എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കി എടുക്കാനൊക്കെ ഉള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. സോ എക്സാംസിനേക്കാളും എന്തുകൊണ്ടും ലേണിങ്ങിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഒരു സ്റ്റുഡന്റിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ നമുക്ക് പോർട്ട്ഫോളിയോനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. Okay, next we are coming to reflective journal. It is a way to record ideas, thoughts and learning experience. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാനും നമ്മുടെ ഐഡിയാസ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ലേണിംഗ് എക്സ്പീരിയൻസ് ഇതിനൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാനുള്ള ഒരു വഴിയാണ് ജേർണൽസ് എന്ന് പറഞ്ഞാൽ. ഹെൽപ് സ്റ്റുഡൻസ് തിങ്ക് ഡീപ്പർ അബൌട്ട് വാട്ട് ദേ ലേൺ. ലൈക്ക് അവര് എന്തൊക്കെയാ കാര്യങ്ങളാണോ പഠിച്ചെടുത്തത് അതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് തിങ്ക് ചെയ്യാൻ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് റിഫ്ലക്റ്റീവ് ജേർണൽ എന്ന് പറഞ്ഞാൽ. അവരെന്തിനെ കുറിച്ച് പഠിച്ചോ അതിനെക്കുറിച്ച് ഏറ്റവും ഡീപ്പായിട്ട് മനസ്സിലാക്കി എടുക്കാൻ അവർക്ക് സാധിക്കും.
എൻകറേജസ് സെൽഫ് അവയർനെസ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. ലൈക്ക് ഒരു സെൽഫ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് പോലെയുള്ള സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള എൻകറേജ്മെന്റ് ഇങ്ങനെയുള്ള റിഫ്ലക്റ്റീവ് ജേർണലിൽ നിന്നും കുട്ടികൾക്ക് ലഭിക്കും. ഓക്കെ, ഇനി വാട്ട് ആർ ദ സ്ട്രക്ചർ ഓഫ് എ റിഫ്ലക്റ്റീവ് ജേർണൽ? സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ജേർണൽസും ഉണ്ട്, അതുപോലെ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ജേർണൽസും ഉണ്ട്. എന്താണ് സ്ട്രക്ചേർഡ് ജേർണൽസ് എന്ന് പറഞ്ഞാൽ? സ്റ്റുഡന്റ് ഗെറ്റ് ക്വസ്റ്റ്യൻസ് ഓർ ടാർഗറ്റ്സ് ടു റൈറ്റ് ഓൺ, ഹെൽപ്സ് ഗൈഡ് ദെയർ തോട്ട്സ്. ഒരു സ്ട്രക്ചേർഡ് ജേർണൽ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വ്യക്തമായിട്ടൊരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു ടാർഗറ്റോ ലഭിക്കും, അവർ എന്തിനെ കുറിച്ചിട്ടാണ് എഴുതണ്ടേ എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ഗൈഡൻസും അവർക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി അൺസ്ട്രക്ചേർഡ് ജേർണൽ എന്ന് പറയുമ്പോൾ ലൈക്ക് ദേ ആർ വെരി ഫ്രീ, അവർക്ക് ഇഷ്ടമുള്ള തോട്ട്സ് ആൻഡ് ഫീലിങ്സ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാം. ദേ ആർ വെരി ഫ്രീ ടു എക്സ്പ്രസ് ദെയർ തോട്ട്സ്. അങ്ങനെ ഒരു സ്പെസിഫിക് ഇൻസ്ട്രക്ഷനോ ഗൈഡൻസോ ഒന്നും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, സോ രണ്ട് തരത്തിലാണ് ജേർണൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി ആസ്പെക്ട്സ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ റിഫ്ലക്റ്റീവ് ജേർണൽ. ഒരു റിഫ്ലക്റ്റീവ് ജേർണലിൽ എന്തൊക്കെ ആസ്പെക്ട്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. സ്റ്റുഡൻസ് ഷുഡ് ഡിസ്കസ് ഓർ ഗീവ് ദെയർ വ്യൂസ് അബൌട്ട് എ ടോപ്പിക്. ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അവരെന്തെങ്കിലും ഒരു ഡിസ്കഷനോ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് അവരുടെ ഒരു വ്യൂസോ എന്താണ് കുട്ടികൾ ഡിസ്കസ് ചെയ്യണം. Okay, they should examine or analyze materials or resources to build arguments. ഒരു ഡിബേറ്റ് പോലെയുള്ള ഒരു വേദിയിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ആർഗ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഒരുപാട് റിസോഴ്സസോ അല്ലെങ്കിൽ മെറ്റീരിയൽസിന്റെ സഹായത്തോടു കൂടെ ആ ഒരു ടോപ്പിക്കിനെ കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം അല്ലെ, എങ്കിൽ മാത്രമാണ് നമുക്ക് ആർഗ്യുമെന്റ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. കമ്പയർ ഓൾഡ് ആൻഡ് ന്യൂ നോളേജ് ഓൺ എ ടോപ്പിക്. ആ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് പുതിയ നോളേജസ് എന്തൊക്കെയാണ്, പഴയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് കമ്പയർ ചെയ്ത് മനസ്സിലാക്കി വെച്ചിരിക്കണം. ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് തിങ്ക് ഡീപ്ലി യൂസിങ് ഗിവൺ റിസോഴ്സസ്. തന്നിട്ടുള്ള റിസോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് വളരെ ഡീപ്പായിട്ട് ചിന്തിക്കാനും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും എന്താണ് സാധിക്കണം. ഓക്കെ, ഇനി ഒരു റിഫ്ലക്റ്റീവ് ജേർണലിന്റെ മോഡൽ ഫോർമാറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആദ്യം നമ്മൾ ഏറ്റവും മുകളിൽ എഴുതേണ്ടത് സ്റ്റുഡന്റിന്റെ നെയിമും ഏത് ക്ലാസ്സിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് സെക്ഷനിൽ നിന്നാണ് എന്നുള്ളതുമാണ്. പിന്നെ സബ്ജക്റ്റും ആ ഒരു ടോപ്പിക് എന്താണ്, ലൈക്ക് ഏത് ഇപ്പൊ സയൻസ് സബ്ജക്റ്റ് ആണോ അല്ലെങ്കിൽ സോഷ്യൽ ആണോ, അപ്പൊ ഏതാണോ സബ്ജക്റ്റ് ഏതാണോ ആ ടോപ്പിക്, ഇത്രയും കാര്യമാണ് ആദ്യം നമ്മൾ മുകളിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പിന്നീട് കൊടുക്കേണ്ടതാണ് ഡേറ്റ് ആൻഡ് ടൈം. ഓക്കെ, ദെൻ അണ്ടർസ്റ്റാൻഡിങ് ദ ടോപ്പിക്, ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക. ദെൻ ഹൗ ദ ടോപ്പിക് റിലേറ്റ്സ് ടു ഡെയിലി ലൈഫ്, ആ തന്നിട്ടുള്ള ടോപ്പിക് നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എഴുതണം. ടാസ്ക് ഡൺ ഇൻ ദ ക്ലാസ്, ഈ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെ ടാസ്ക് നമ്മൾ ക്ലാസ്സിൽ ചെയ്തു എന്നുള്ളത് എഴുതണം. ഡൗട്ട്സ്, ക്വസ്റ്റ്യൻസ് ഓർ തോട്ട്സ്. ഇനി ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ചോദിക്കണമെങ്കിൽ നമ്മുടെ തോട്ട്സോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ എഴുതാം. നെക്സ്റ്റ് ഫൈനലി സമ്മറി ഓഫ് വാട്ട് വാസ് ലേൺഡ്. നമ്മൾ ലേൺ ചെയ്ത ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു സമ്മറി, ഒരു ബ്രീഫ് സമ്മറിയും ലാസ്റ്റ് നമ്മൾ അവിടെ കൊടുക്കണം. പിന്നീട് താഴെ ടീച്ചറുടെ ഒരു റിമാർക്ക് അവിടെ കൊടുക്കും, ടീച്ചറിന്റെ ഒരു സിഗ്നേച്ചറും അവിടെ കൊടുക്കുന്നതായിരിക്കും. ഇതാണ് ഒരു റിഫ്ലക്റ്റീവ് ജേർണലിന്റെ മോഡൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. കമ്മിങ് ടു ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ജേർണൽ. ഇങ്ങനെയുള്ള റിഫ്ലക്റ്റീവ് ജേർണൽസ് എഴുതുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ആക്റ്റീവ് തിങ്കിങ് അല്ലെ, കുട്ടികൾ വളരെ നന്നായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും ഡീപ്പായിട്ട് മനസ്സിലാക്കാനും അവരവരുടെ ഐഡിയാസിനെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ശ്രമിക്കും. സോ അത് ആക്റ്റീവ് തിങ്കിങ്ങിനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അല്ലെ, ടീച്ചേഴ്സ് അണ്ടർസ്റ്റാൻഡ് സ്റ്റുഡൻസ് ലേണിംഗ് ബെറ്റർ. ടീച്ചേഴ്സിന് കുട്ടികളെ കൂടുതൽ മനസ്സിലാക്കാനും അവരുടെ ലേണിങ്ങിനെ കൂടുതൽ മനസ്സിലാക്കാനും സാധിക്കും. ഇംപ്രൂവ്ഡ് റൈറ്റിംഗ്, കുട്ടികളുടെ റൈറ്റിംഗ് സ്കിൽസ് ഒരുപാട് ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങളുള്ള റിഫ്ലക്റ്റീവ് ജേർണൽ കൊണ്ട് സാധിക്കുന്നുണ്ട്.
ഓക്കെ, കമ്മിങ് ടു ഡിസഡ്വാൻറ്റേജസ്, ഹാർഡ് ടു മാർക്ക് ഫെയർലി. നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മുടേതായിട്ടുള്ള ഒപ്പീനിയൻ എഴുതുമ്പോൾ അത് കംപ്ലീറ്റ്ലി പേഴ്സണൽ ആയിരിക്കും അല്ലെ. സോ ഡിഫറെന്റ് ടീച്ചേഴ്സ് ഡിഫറെന്റ് മാർക്സ് ആയിരിക്കും നമ്മുടെ ജേർണലിൽ തരുന്നുണ്ടാവുക. സോ ഫെയർ ആയിട്ട് മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ടു ചെക്ക്. നമുക്കറിയാം റിഫ്ലക്റ്റീവ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ലോങ് ആയിരിക്കും, അതിൽ ഫുൾ ഓഫ് ഐഡിയാസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. സോ അതിനൊക്കെ ചെക്ക് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്ന കാര്യമാണ്. നെക്സ്റ്റ് ഇസ് പ്രൈവസി ഇഷ്യൂസ്. സം സ്റ്റുഡൻസ് മേ നോട്ട് വാണ്ട് ടു ഷെയർ പേഴ്സണൽ തോട്ട്. ഇനി ചില ടോപ്പിക്കിനെ കുറിച്ചിട്ട് എഴുതുമ്പോൾ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു തോട്ട് ഷെയർ ചെയ്യാൻ ചില കുട്ടികൾ റെഡി ആയിരിക്കില്ല. സോ പ്രൈവസി ഇഷ്യൂസും ഇങ്ങനെയുള്ള റിഫ്ലക്റ്റീവ് ജേർണൽസിന് ഉണ്ട്. Now, coming to rubrics. A rubric is a tool used by teachers to mark student work. ഒരു കുട്ടിയുടെ വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചർക്ക് യൂസ് ചെയ്യാവുന്ന ടൂളാണ് എന്ത്, റൂബ്രിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ക്ലിയർ റൂൾസ് ഓർ ക്രൈറ്റീരിയ ഫോർ ഗ്രേഡിംഗ്. നമ്മൾ ആ കുട്ടിക്ക് ഗ്രേഡ് കൊടുത്തതിന്റെ പിന്നിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു റൂളോ അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയോ ഉണ്ടായിരിക്കും. റൂബ്രിക്സ് എന്ന് പറയുന്നത് അതാണ് കേട്ടോ. ആ കുട്ടി ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അതിനെ ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക, അല്ലാതെ വെറുതെ അങ്ങനെ ഒരു ഗ്രേഡ് കൊടുക്കുന്നതല്ല. ഇനി ഫീൽഡ് എൻഗേജ്മെന്റ് യൂസിങ് റൂബ്രിക്സ്. ഇറ്റ് മീൻസ് ഹൗ ഇൻവോൾവ് ആൻഡ് ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻസ് ആർ ഇൻ ലേണിംഗ്. നമ്മളൊരു പഠനം, നമ്മളൊരു ടീച്ചിങ്, ക്ലാസ് റൂം ടീച്ചിങ്ങില് കുട്ടികൾ ലേൺ ചെയ്തപ്പോൾ കുട്ടികൾ എത്രത്തോളം ഇൻവോൾവ്ഡ് ആയിരുന്നു, അവർ എത്രത്തോളം ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ ഫീൽഡ് എൻഗേജ്മെന്റ് എന്ന് പറയാം. When students are curious or excited, they learn better. കുട്ടികൾ ഭയങ്കര എക്സൈറ്റഡ് ആവുമ്പോൾ അല്ലെങ്കിൽ വളരെ ക്യൂരിയസ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവർ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ ചാൻസ് കൂടുതലാണ് അല്ലെ. ഇനി വാട്ട് ആർ ദ യൂസസ് ഓഫ് റൂബ്രിക്സ് ഇൻ ഫീൽഡ് എൻഗേജ്മെന്റ്? ഇനി ഇങ്ങനെയുള്ള ഫീൽഡ് എൻഗേജ്മെന്റിൽ നമ്മൾ റൂബ്രിക്സ് യൂസ് ചെയ്യുന്നതിന്റെ യൂസസ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. റൂബ്രിക്സ് ഹെൽപ്പ് ഇൻ ഗ്രേഡിംഗ് അസൈൻമെന്റ്സ്, പാർട്ടിസിപ്പേഷൻ ആൻഡ് മോർ. നമ്മൾ കുട്ടികൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, എന്തെങ്കിലും ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഒക്കെ കുട്ടികൾക്ക് നമ്മൾ ഗ്രേഡിംഗ് കൊടുക്കുന്നത് റൂബ്രിക്സിന്റെ ബേസിസിലായിരിക്കും. ദേ മേക്ക് ഗ്രേഡിംഗ് ഫെയർ ആൻഡ് ക്ലിയർ. നമ്മൾ കൊടുക്കുന്ന ആ ഗ്രേഡ് വളരെ ഫെയർ ആയി ഇരിക്കാനും വളരെ ക്ലിയർ ആയിരിക്കാനുമാണ് നമ്മൾ ഇങ്ങനെയുള്ള റൂബ്രിക്സ് ക്രൈറ്റീരിയാസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കമ്മിങ് ടു ടൈപ്സ് ഓഫ് റൂബ്രിക് സ്കെയിൽ. റൂബ്രിക് സ്കെയിൽ പല തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഹോളിസ്റ്റിക് സ്കെയിൽ. ഗീവ് 1 ഓവറോൾ സ്കോർ ഫോർ ദ ഹോൾ വർക്ക്. കുട്ടി ചെയ്ത ആ ഒരു മുഴുവനായിട്ടുള്ള വർക്കിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് ഒരു ഓവറോൾ സ്കോർ കൊടുക്കുക. ലൈക്ക് ഒരു വെരി വീക്ക് റൈറ്റർ ആണ്, അല്ലെങ്കിൽ വീക്ക് റൈറ്റർ ആണ്, ഫെയർ റൈറ്റർ ആണ്, അങ്ങനെ ഒരു ആ വർക്ക് ബേസ് ചെയ്തിട്ട് ഒരു ഓവറോൾ സ്കോർ കൊടുക്കുന്നതിനെയാണ് ഹോളിസ്റ്റിക് സ്കെയിൽ എന്ന് പറയാം. കമ്മിങ് ടു ചെക്ക് ലിസ്റ്റ്, ടിക്ക് മാർക്സ് ഫോർ കംപ്ലീറ്റഡ് ടാസ്ക്. ലൈക്ക് കുട്ടികൾ കംപ്ലീറ്റ് ചെയ്ത ടാസ്കിനൊക്കെ എന്താണ് ടിക്ക് ചെയ്യുക, യെസ് ഓർ നോ ടൈപ്പ്. അങ്ങനെയും നമുക്ക് കുട്ടികളുടെ അസസ്മെന്റ് ചെയ്യാം, ചെക്ക് ലിസ്റ്റ്. കമ്മിങ് ടു റേറ്റിംഗ് സ്കെയിൽ, സ്കോർസ് ഗിവൺ ബേസ്ഡ് ഓൺ ക്വാളിറ്റി ലെവൽസ്. ലൈക്ക് കുട്ടികളുടെ വർക്ക് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതായിരുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് കുട്ടികൾക്ക് സ്കോർ കൊടുക്കുക. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സീഡ് എക്സ്പെക്ടേഷൻ, ലൈക്ക് എക്സ്പെക്ടേഷന് മുകളിലായിരുന്നു, അല്ലെങ്കിൽ മീറ്റ് എക്സ്പെക്ടേഷൻ, അല്ലെങ്കിൽ ബിലോ എക്സ്പെക്ടേഷൻ എന്നുള്ള തരത്തിൽ ക്വാളിറ്റി ലെവൽ ബേസ് ചെയ്തിട്ട് സ്കോർ കൊടുക്കുന്നതിനെയാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയാം. കമ്മിങ് ടു അനലിറ്റിക് സ്കെയിൽ, ബ്രേക്ക് വർക്ക് ഇൻ ടു പാർട്സ് ആൻഡ് സ്കോർ ഈച്ച് പാർട്ട്. ആ കുട്ടി ചെയ്തിട്ടുള്ള വർക്കിനെ പല ഡിഫറെന്റ് പാർട്ടായിട്ട് ബ്രേക്ക് ചെയ്യുക. ക്രിയേറ്റിവിറ്റി എത്രത്തോളം ഉണ്ടായിരുന്നു അതിനൊരു മാർക്ക്, ഓർഗനൈസേഷന് വേറെ മാർക്ക്, ആ കുട്ടിയുടെ റൈറ്റിംഗ് സ്കില്ലിന് വേറെ മാർക്ക്. അങ്ങനെ ആ ഒരു കുട്ടീന്റെ വർക്കിനെ ഓവറോൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും അസസ് ചെയ്യുന്നതിനെയാണ് അനലിറ്റിക് സ്കെയിൽ എന്ന് പറയാം. സോ റൂബ്രിക് സ്കെയിൽ പലതരത്തിലുണ്ട്, പലതരത്തിൽ നമുക്ക് കുട്ടികളെ അസസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നൗ കമ്മിങ് ടു കോമ്പിറ്റൻസി ബേസ്ഡ് ഇവാലുവേഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇപ്പോൾ മെയിൻലി 10ാം ക്ലാസ്സിലൊക്കെ CBSE കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ എന്താണ് കോമ്പിറ്റൻസി ബേസ്ഡ് ഇവാലുവേഷൻ? ഇറ്റ് ചെക്സ് ഇഫ് സ്റ്റുഡന്റ് ക്യാൻ ഷോ സ്പെസിഫിക് സ്കിൽസ് ഓർ ബിഹേവിയേഴ്സ് നീഡഡ് ഫോർ റിയൽ ലൈഫ് ടാസ്ക്.
നമുക്കറിയാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും പഠിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്പെസിഫിക് സ്കിൽസ് പുറത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് തെളിയിക്കുന്ന ചില ക്വസ്റ്റ്യൻസിനെയാണ് കോമ്പിറ്റൻസി ബേസ്ഡ് ഇവാലുവേഷൻ എന്ന് പറയാം. ഇറ്റ് ഫോക്കസസ് ഓൺ വാട്ട് എ സ്റ്റുഡന്റ് ക്യാൻ ഡു, നോട്ട് ജസ്റ്റ് വാട്ട് ദേ നോ. കുട്ടികൾക്ക് എന്തൊക്കെ അറിയാം എന്നുള്ളതല്ല, അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ ഫോക്കസ് ചെയ്യുന്നതാണ് കോമ്പിറ്റൻസി ബേസ്ഡ് ഇവാലുവേഷൻ. ഇറ്റ് ഹെൽപ്സ് ടീച്ചേഴ്സ് നോ ഇഫ് സ്റ്റുഡൻസ് ആർ റെഡി ഫോർ റിയൽ വേൾഡ് ചലഞ്ച്. കുറച്ച് കോമ്പിറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ടീച്ചർക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ റിയൽ വേൾഡ് ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ബിയോണ്ട് ടെക്സ്റ്റ് ബുക്സ് ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ നമ്മുടെ കുട്ടികൾ റെഡി ആണോ എന്നുള്ളത് ഇങ്ങനെയുള്ള കോമ്പിറ്റൻസി ബേസ്ഡ് ഇവാലുവേഷൻ നടത്തി കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇറ്റ് കവേഴ്സ് നോളേജ്, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് മോട്ടിവേഷൻ. കുട്ടികളുടെ നോളേജ് എത്രത്തോളം ഉണ്ട്, സ്കിൽസ് എത്രത്തോളം ഉണ്ട്, കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ്സ് എന്തൊക്കെയാണ്, മോട്ടിവേഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കോമ്പറ്റൻസി ബേസ്ഡ് ഇവാലുവേഷനിൽ കവർ ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ഇൻ പ്രൊഫഷണൽ സ്കിൽസ്, സോഷ്യൽ ബിഹേവിയർ, ലേണിംഗ് പ്രോജക്ട്സ് ആൻഡ് ടീം വർക്ക്. ഒരു ടീം വർക്ക് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് ലേണിംഗിൽ, അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്കിൽസ് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ, ഇതിലൊക്കെ നമ്മൾ കോമ്പറ്റൻസി ബേസ്ഡ് ഇവാലുവേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. Okay, now coming to how to design competency based evaluation. നമുക്ക് എങ്ങനെ ഇതിനെ ഡിസൈൻ ചെയ്യാൻ സാധിക്കും? സ്റ്റെപ്പ് 1 is articulate competencies. അതായത് clearly define the skills students need to succeed in life beyond school. These are called competencies. അതായത് ഒരു സ്കൂളിന് പുറമെ, അല്ലെങ്കിൽ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുള്ള ഒരു ജീവിതത്തിലും സക്സസ് ആവണമെങ്കിൽ കുട്ടികൾക്ക് എന്തൊക്കെ സ്കിൽസ് ആവശ്യമുണ്ട് എന്ന് ക്ലിയർലി ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയാ, കോമ്പിറ്റൻസി എന്ന് പറയാ. കുട്ടികൾ കോമ്പീറ്റന്റ് ആയിരിക്കണം അല്ലെ. ഇപ്പൊ റിയൽ വേൾഡിൽ എന്തെങ്കിലും ഒരു ചാലഞ്ച് ഫേസ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ അത് നേരിടാൻ കോമ്പീറ്റന്റ് ആയിരിക്കണം. ചൂസ് ഇവാലുവേഷൻ മെത്തേഡ്സ്. ഇനി യൂസ് വേരിയസ് ടൂൾസ് ലൈക്ക് ചെക്ക് ലിസ്റ്റ്, ഒബ്സർവേഷൻ, പ്രസന്റേഷൻ ആൻഡ് എക്സാംസ്. കുട്ടികളെ എന്താണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെറൈറ്റി ഓഫ് ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാം. ചെക്ക് ലിസ്റ്റും ഒബ്സർവേഷൻസും ഒക്കെ എക്സാംസ് ഒക്കെ വഴി കുട്ടികളെ നമുക്ക് എന്താണ് അസസ് ചെയ്യാൻ സാധിക്കും. ഫോക്കസ് ഓൺ റിലയബിലിറ്റി, ഫെയർനെസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി. നമ്മൾ എന്തൊരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴും അത് വളരെ ഫെയർ ആയിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം, എല്ലാവർക്കും റിലയബിൾ ആയിരിക്കണം. Okay, next step 3 is build student friendly rubrics. Use rubrics that clearly explain how students will be assessed. നമ്മളൊരു റൂബ്രിക് യൂസ് ചെയ്യുന്നതിന്റെ മുന്നേ കുട്ടികളോട് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, എങ്ങനെയാണ് ഞാൻ നിങ്ങളെ അസസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂബ്രിക്സ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കുട്ടികൾക്ക് അതിനെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. റൂബ്രിക്സ് ഹെൽപ്സ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എക്സ്പെക്ടഡ് ആൻഡ് ഹൗ ടു ഇംപ്രൂവ്. ഈ റൂബ്രിക്സ് ഒക്കെ കുട്ടികൾക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാന്നറിയോ? സ്റ്റുഡൻസിന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ലൈക്ക് വാട്ട് ഈസ് എക്സ്പെക്ടഡ് ഫ്രം മീ, എന്നിൽ നിന്നും എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളത് കുട്ടികൾക്ക് വളരെ ഈസിലി റൂബ്രിക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഇനി what are the benefits of competency based evaluation? First one is clear and fair evaluation. അല്ലെ, കുട്ടികൾക്ക് അവരുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണോ, വീക്ക്നെസ്സസ് എന്തൊക്കെയാണോ, ഞാൻ എന്തൊക്കെ കാര്യത്തിലാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, എൻ്റെ സ്ട്രോങ് വാല്യൂസ് എന്തൊക്കെയാണ്, എൻ്റെ വീക്ക് പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കുട്ടികൾക്ക് ഈസിലി മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ടീച്ചേഴ്സ് ക്യാൻ ഗീവ് എക്സ്ട്രാ ഹെൽപ്പ് ഇഫ് നീഡഡ്. എന്തെങ്കിലും എക്സ്ട്രാ അഡീഷണൽ സപ്പോർട്ടോ ഗൈഡൻസോ ആവശ്യമുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് അത് എക്സ്ട്രാ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കും. പേഴ്സണലൈസ്ഡ് ലേണിംഗ് ഹെൽപ്സ് പ്ലാൻ ഗോൾസ് ആൻഡ് ലേണിംഗ് പാത്സ് ബേസ്ഡ് ഓൺ ഈച്ച് സ്റ്റുഡൻസ് നീഡ്. ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് അല്ലെ, ഓരോ കുട്ടീനെയും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ലേണിംഗ്, ഈച്ച് സ്റ്റുഡന്റിന് എന്താണോ ആവശ്യം അത് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലാനിങ് ഗോൾ, അല്ലെങ്കിൽ ഒരു പ്ലാൻ, ഒരു ലേണിംഗ് പാത്ത് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ടീച്ചേഴ്സിനെ സഹായിക്കും. സോ ഇങ്ങനെയുള്ള കോമ്പറ്റൻസി ബേസ്ഡ് ഇവാലുവേഷൻ വളരെ നല്ലതാണ്. കുട്ടികൾക്ക് അവരുടെ ഒരു ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനും നെക്സ്റ്റ് ലെവലിലോട്ട് എൻകറേജ്മെന്റ് കൊടുക്കാനും ഒക്കെ കോമ്പറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള നമുക്ക് ഇങ്ങനെയുള്ള കോമ്പറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള ഇവാലുവേഷൻസ് നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സോ
ഒരു റൂബ്രിക്സ്, കോമ്പറ്റൻസി ബേസ്ഡ് ഇവാലുവേഷൻ, ഇതൊക്കെ നമുക്ക് കുട്ടികളെ അസസ് ചെയ്യാനുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മെത്തേഡ്സ് ആണ് കേട്ടോ. റൂബ്രിക്സ് എന്തൊക്കെയാണ്, റിഫ്ലക്റ്റീവ് ജേർണൽ എന്തൊക്കെയാണ്, ഇതിന്റെയൊക്കെ ടൈപ്സ്, ഫീഡ്ബാക്ക് ഡിവൈസസിന്റെ ടൈപ്സ്, ഇതൊക്കെ അറിഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയായിരിക്കണം, ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ വളരെ ക്ലിയർ ആയിട്ട് അസസ്മെന്റ് എന്താണോ, ഇവാലുവേഷൻ എന്താണോ, മെഷർമെന്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. ആ ടോപ്പിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്പാരിസൺ പോലെയൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചോദിക്കാനൊക്കെ എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ബ്ലൂ പ്രിന്റ്, ക്വസ്റ്റ്യൻ പാറ്റേൺ, ഹൗ ടു കൺസ്ട്രക്ട് എ ടെസ്റ്റ് ഐറ്റംസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. സോ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വായിച്ചു നോക്കുക. ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. സോ 5th ലെസണിന്റെ 2 സെഷനും ഇതോടുകൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു എവ്രി വൺ ഫോർ ജോയിനിങ്. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ താങ്ക് യു സോ മച്ച്.